എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും വിചാരിക്കുന്നു, ഞാനിവിടെ സ്ഥിരമാണ്, ഞാൻ എന്നും ഇവിടെ വാഴും, എല്ലാ സുഖസൗകര്യങ്ങളും എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നെല്ലാം നമ്മൾ കരുതുന്നു. പക്ഷേ എപ്പോഴാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനം താറുമാറാവുക എന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരിക്കൽ ഗുജറാത്തിൽ 16,000 ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് സുഖപ്പെടുത്തിയ 41 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, പ്രശസ്തി പത്രം അനേകം കൈക്കലാക്കിയ ഒരു ഡോക്ടർ, പേര് കേട്ടയാൾ, സൽഗുണസമ്പന്നൻ. എന്നാൽ ഒരു ദിവസം അദ്ദേഹം ഉണർന്നപ്പോൾ നെഞ്ചിന് ചെറിയ ഒരു വേദന വന്നപ്പോൾ ഭാര്യയെയും കൂട്ടി നേരെ ആശുപത്രിയിൽ പോയി. എക്കോ എടുത്തു, ECG എടുത്തു, അതിലൊന്നും ഒരു തകരാറും കണ്ടില്ല. എന്നാൽ ഗ്യാസാകുമെന്ന് അദ്ദേഹം കരുതി. ഗ്യാസിൻ്റെ ഗുളികയും കഴിച്ച് വീട്ടിൽ തിരിച്ചു വന്നു സമാധാനമായി ഉറങ്ങി. പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ഭാര്യ രാവിലെ വന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഡോക്ടറെ വിളിച്ചു, പരിശോധിച്ചു, സൈലൻ്റ് അറ്റാക്കാണ് എന്ന് പറഞ്ഞു. അല്പമണിക്കൂറുകൾക്ക് മുമ്പ് എല്ലാ ടെസ്റ്റുകളും പരിശോധിച്ചു, അദ്ദേഹത്തിന് രോഗമില്ലെന്ന് കണ്ടു. പക്ഷേ വിധി അദ്ദേഹത്തെ വിട്ടില്ല. ഒരു ഡോക്ടർക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഒരു ഉപകരണം കൊണ്ടും ഒരു പ്രയോജനവും അദ്ദേഹത്തിനുണ്ടായില്ല. ECGയിലും എക്കോ ടെസ്റ്റിലും ഒന്നും ഹാർട്ട് സംബന്ധമായ തകരാറുകളും സാധിച്ചില്ല. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ. അതിനാൽ നമ്മളെപ്പോഴും കരുതിയിരിക്കണം ഈ ശരീരത്തിൻ്റെ അവസ്ഥ. തൊട്ടില്ലെന്ന മട്ടിൽ മൃത്യു, തൊട്ടു പിന്നാലെ നടപ്പൂ. അപ്പപ്പോൾ നമ്മെ വിളിച്ചുണർത്തും തൻ്റെ നിത്യസാന്നിധ്യത്തെയോർക്കൂ. തൊട്ടില്ലെന്ന മട്ടിൽ, അത്രയും അടുത്താണ്. തൊട്ടില്ല എന്ന മട്ടിൽ നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നതാണ് മൃത്യു, മരണം. അതെപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അതിനെ അതിജീവിക്കാൻ ഇന്ന് ഒരു ശാസ്ത്രവും സാധിച്ചിട്ടില്ല, കണ്ടെത്തിയിട്ടുമില്ല. അതിനാൽ നാം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു പരമസത്യമാണത്. ശാസ്ത്രം തോൽക്കുകയും പ്രകൃതിയുടെ നിയമം ജയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. ആ മരണമെന്ന വ്യവഹാരത്തിന് നാം ഓരോരുത്തരും വിധേയരാണ്. എപ്പോൾ മരിക്കുമെന്നാർക്കും അറിയില്ല, എവിടെ വെച്ചാണ് മരിക്കുക എന്നതും തിട്ടമായിന്നോളം ആർക്കും അറിയില്ല. എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്ന് ഉറപ്പിച്ചാർക്കും പറയാൻ സാധിക്കുകയില്ല. നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. തൊട്ടില്ലെന്ന മട്ടിൽ മൃത്യു, തൊട്ടു പിന്നാലെ ചരിപ്പൂ. നമ്മുടെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മെ വിളിച്ചുണർത്തും തൻ്റെ മരണം, തൻ്റെ നിത്യസാന്നിധ്യം അപ്പോൾ വിളിച്ചുണർത്തും. എങ്ങനെ? ഒരു രോഗവുമില്ലാത്ത ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതാർക്കുമാവാം എന്ന്. അപ്പോൾ നമ്മെ വിളിച്ചുണർത്തും തൻ്റെ, അതായത് മരണത്തിൻ്റെ നിത്യസാന്നിധ്യത്തെയോർക്കൂ. അപ്പോൾ നമ്മളെ ചുറ്റുപാടുകൾ കാണുമ്പോൾ നമ്മെ വിളിച്ചുണർത്തും മരണം, തൻ്റെ നിത്യസാന്നിധ്യം. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്, നിഴൽ പോലെ നമ്മോടൊപ്പം ഒരിക്കലും വിട്ടുപിരിയാതെയുള്ളത് മരണമാണ്. ആ സുഹൃത്തിനെ സ്വാഗതം ചെയ്യാൻ നമ്മൾ പഠിക്കും. അതിന് ശത്രുവായി
ദൂരത്തെ ഓടിച്ച് ആട്ടാൻ സാധിക്കുകയില്ല. അതിനെ സുഹൃത്തായി സ്വീകരിച്ചാൽ നമുക്ക് ഭയമുണ്ടാവുകയില്ല. ശത്രുവായി കണ്ടാൽ ഭയമായിരിക്കും, എന്നാൽ സുഹൃത്തായി സ്വീകരിച്ചാൽ നമുക്ക് നിർഭയരായി സുഹൃത്തിനെ സ്വാഗതം ചെയ്യാൻ സാധിക്കും. ഒരിക്കലും അട്ടിയോടിച്ചാൽ പോകാത്ത, എപ്പോഴും നമ്മോടൊപ്പം നിലനിൽക്കുന്ന ആ ഉറ്റ സുഹൃത്തിനെ ബന്ധുവായി വരിച്ച് നിത്യ സുഹൃത്താക്കി മാറ്റിയാൽ നാം ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ടില്ല. മരണം ദേഹത്തിനാണ് എന്നും നമുക്ക് മരണമില്ല എന്നും നമുക്ക് ബോധ്യമാകും. അതാണ് ശരിയായ ബോധോദയം എന്ന് പറയുന്നത്. തൊട്ടില്ലെന്ന മട്ടിൽ മൃത്യു, തൊട്ടു പിന്നാലെ ചരിപ്പു, അപ്പപ്പോൾ നമ്മെ വിളിച്ചുണർത്തും തൻ്റെ നിത്യസാന്നിധ്യത്തെയോർക്കൂ.